എല്ലാവർക്കും വേണ്ടി പ്രിയപ്പെട്ട ഈ വേദിയിൽ അഭിവാദ്യം ചെയ്യുന്നു. ഇത് സുതിമോട് തന്നെ നമ്മുടെ സമൂഹത്തിന്റെ ഒരു പ്രതീകമായി മാറി. എല്ലാവരും കൈയടിച്ച് ഹർഷാരവത്തോടുകൂടി സുതിമോളെ സ്വീകരിക്കും. ഒരു 25 വർഷം മുമ്പ് ഇതുപോലൊരു സുതിമോളെ നമുക്ക് കാണാൻ കഴിയുമായിരുന്നില്ല. 25 വർഷം മുമ്പ് ഏതാനും സുതിമോളെ നമുക്കുണ്ടായിരുന്നു. 25 വർഷത്തെ കുടുംബശ്രീയുടെ CDSന്റെ പ്രവർത്തന കാലയളവിൽ എല്ലായിടത്തും ഉള്ളത് കുടുംബശ്രീയും CDSുമാണ് എന്ന് നിങ്ങൾക്കും എനിക്കും അഭിമാനത്തോടുകൂടി പറയുവാൻ സാധിക്കും. ഞാൻ പറഞ്ഞു വന്നത് 25 വർഷം മുമ്പത്തെ ഒരു കഥ പറഞ്ഞിരുന്നു. നമ്മുടെ സമൂഹത്തിൽ കുടുംബത്തിൽ 25 ഇപ്പൊ 50 വയസ്സ് കഴിഞ്ഞ് പലപ്പോഴും അവർ നെയ്തലിൽ വെക്കുന്നുണ്ട്. വസ്ത്രം അലക്കാൻ അറിയാവുന്നവർ, വസ്ത്രം ഇസ്തിരി ഇടാൻ അറിയാവുന്ന ഭർത്താക്കന്മാർ ഇന്ന് വീടുകളിൽ ആ പഠിച്ച സ്ഥാപനങ്ങളിൽ പോകേണ്ടതുണ്ട്. അതെല്ലാം ചേർന്നുകൊണ്ടാണ് കുടുംബമാകേണ്ടത് എന്ന നിലയിലുള്ള സാമൂഹ്യ ബോധത്തിലേക്ക് കേരളത്തിന്റെ സമൂഹത്തെ മാറ്റിയെടുത്തതിന് വലിയ പങ്ക് വഹിച്ചതാണ് കേരളത്തിലെ കുടുംബശ്രീ പ്രസ്ഥാനം എന്നത് മാത്രം പറയുന്നു. ഒപ്പം കേരളത്തിന്റെ മുന്നോട്ടുള്ള ചരിത്രത്തിൽ അഭിമാനത്തോടുകൂടി പറയുവാൻ ആ കാര്യത്തിൽ നിങ്ങളെ ഏറെ ഹൃദയത്തോടും അഭിവാദം ചെയ്തുകൊണ്ട് ഈ വാർഷിക സമ്മേളനത്തിന് എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് തിരുവാർപ്പൂർ പഞ്ചായത്ത് നടത്തിയ വെൽനസ് സെന്ററിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം. ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് തിരുവാർപ്പൂർ പഞ്ചായത്ത് ഒരു ചിരി ഇരുചിരി മമ്പർച്ചിരി തന്റെ ദുഃഖങ്ങളെ പൊട്ടിച്ചിരിയാക്കി കേരളക്കരയാക്കി മാറ്റിയ ഒരു മകൻ വ്യക്തിയാണ് ശ്രീമതി സുതിമോൾ. കഴിഞ്ഞ കാലത്തിലെ കഷ്ടപ്പാടുകളുടെ ദുഃഖങ്ങൾ മനസ്സിൽ പിടിച്ചിട്ട് അതിന്റെ വേദനയിൽ കഴിയാതെ അതിനെ ഒരു മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാകുന്ന രീതിയിലും സന്തോഷമാകുന്ന രീതിയിലും ആക്കിത്തീർത്ത ഒരു മഹത് വ്യക്തിയാണ്. നമുക്ക് അഭിമാനിക്കാം ഒരു കുടുംബശ്രീ അംഗം കൂടിയാണ്. ഏറെ സ്നേഹത്തോടുകൂടി സുതിമോളെ 24ാം വാർഷികത്തിലേക്ക് ക്ഷണിക്കുന്നു. സ്വീകരിക്കുന്നതിനായി ജില്ലാ പഞ്ചായത്ത് അംഗം സുതിമോൾ അവர்களെയും കുടുംബശ്രീ CDS ചെയർപേഴ്സൺ ശ്രീമതി രജനി മോഹൻദാസിനെയും ക്ഷണിച്ചുകൊള്ളുന്നു. സുതിമോൾക്ക് മൊമെന്റോ നൽകുന്നതിനായി തിരുവാർപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അനീഷിനെയും CDS ചെയർപേഴ്സൺ ശ്രീമതി രജനി മോഹൻദാസിനെയും ക്ഷണിക്കുന്നു. എന്നെ ഇവിടെ ഒത്തിരി പൊക്കി പറഞ്ഞാൽ ഫീലായി പോയി. കോമഡിയൊക്കെ പറഞ്ഞു ഓർത്തുവന്നായിരുന്നു. കഷ്ടപ്പാടിൽ ഉയർത്തെടുത്ത് വന്നത് ഭയങ്കര ടെൻഷൻ ഫീലിംഗ് ആയി പോയി. ഞാൻ ടാസ്കോ മറ്റൊന്നും പോലെ ഞാനൊരു അയൽക്കൂട്ടത്തിന്റെ പ്രസിഡന്റാണ് കേട്ടോ. അയൽക്കൂട്ടത്തിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തുകൊണ്ടായിരുന്നു വണ്ടിയിൽ പോകുന്നത്. ആദ്യം തന്നെ ഞാൻ എല്ലാവരും ക്ഷമ ചോദിക്കുന്നത് കേട്ടോ. കാരണം ഞങ്ങളവിടെ മേൽപ്പാടത്തിന് പണം നടക്കുകയാണ്. അപ്പൊ അതിന്റെ തൂണെന്തോ ചെറിയൊരു ബ്ലോക്ക് ആക്കിട്ടുള്ള കുറെ നേരം അവിടെ കിടക്കണം. ഒരു മണിക്കൂറോളം കിടക്കണം. അതാണ് താമസിച്ചത്. എല്ലാവർക്കും ഞാൻ ആദ്യം തന്നെ ക്ഷമ ചോദിക്കുന്നു. പിന്നെ ഞാൻ ചോദിച്ചാൽ പിന്നെ ഞാൻ സ്ത്രീകളെന്ന നിലയ്ക്ക് സ്ത്രീകളോട് പറയുന്നതെന്നാണെന്ന് ചോദിച്ചാൽ ഇപ്പൊ പറഞ്ഞതുപോലെ നമുക്ക് എത്ര കഷ്ടപ്പാടുണ്ടെങ്കിലും ദുരിതങ്ങളുണ്ടെങ്കിലും നമ്മളത് കഷ്ടപ്പാടാണെന്ന് പറഞ്ഞിട്ട് ഇരിക്കരുത്. ഒരു ലക്ഷ്യം വേണം നമുക്ക്. സ്ത്രീകൾ എന്ന നിലയ്ക്ക് നമുക്ക് ലക്ഷ്യം വേണം. ആണുങ്ങളൊന്നും ഒന്നുമല്ല, നമ്മളാണ് എല്ലാം അതുകൊണ്ട് എല്ലാവരും പ്രയത്നിക്കണം. നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയത്നിക്കണം. പ്രയത്നിച്ചാൽ ഉറപ്പായിട്ടും വരുന്നുള്ളതിന്
ചേച്ചിക്ക് അറിയാൻ പറ്റുമായിരിക്കും, ഞാൻ പറയാം പല തലങ്ങളും ചേച്ചിക്ക് അറിയാൻ പറ്റും. ഞങ്ങളുടെ ഒരു ചേച്ചിയുണ്ട്, എൻ്റെ ചേച്ചിയാണ്. അപ്പൊ അവരുടെ കാര്യം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഞാൻ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് വൈകി വീട്ടിലോട്ട് കല്യാണം കഴിഞ്ഞപ്പോൾ നിങ്ങളൊക്കെ വിചാരിച്ച കാര്യം കേട്ടിട്ടുള്ളതായിരിക്കും, ഒന്നുമല്ല. വായൊക്കെ ആയിട്ട് ഞാൻ ആ മനുഷ്യനെ തപ്പി ആ മനുഷ്യന്റെ വീട്ടിലോട്ട് ചെന്നതാണ്. എന്നെ തേക്കാൻ നോക്കിയ മനുഷ്യൻ സ്ത്രീ എന്ന നിലയ്ക്ക് ഞാൻ അയാളെ വിടാൻ തയ്യാറല്ലായിരുന്നു. അവിടെ ഞാൻ വായിട്ട് തിരിച്ചു. അതുകൊണ്ട് എന്റെ മുന്നിൽ ക്യാമറമാൻ ഇട്ടിരിക്കുന്നു. എന്നാലും ഞാൻ എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് അവള് ഞാൻ ചെല്ലുമ്പോൾ നല്ല നൈറ്റിയൊക്കെ ഇട്ട് നല്ല സൂപ്പറായിട്ട് ഒരുങ്ങിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞ് ഊണൊക്കെ കഴിയുമ്പോൾ പുള്ളിക്കാരി ശരീരത്തിൽ അറിയാൻ പറ്റുമെങ്കിൽ എന്നാ പറയുന്നത്. അപ്പോൾ ഡ്രസ്സൊക്കെ ഊരിയിട്ട് കമ്മലും മാലയൊക്കെ ഊരി മാറ്റി ഒരു കീറി ഉടുപ്പൊക്കെ ഇട്ടിരിക്കുന്നു. അപ്പൊ രേഷന്റെ കഥ കണ്ടപ്പോൾ ഭയങ്കര ഒരു വിഷമം തോന്നി. എന്താണ് നിന്റെ ചേച്ചി ഇങ്ങനെ നിൽക്കുന്നത്? അയ്യോ നമ്മളൊക്കെ വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ മാറി നിൽക്കുന്നത് ചോദിച്ചു. അപ്പൊ ചേട്ടായിയുടെ ചേച്ചിയോട് ഇതെന്താ ഇങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോ ചേച്ചി പെട്ടെന്ന് പറഞ്ഞൊരു സാധനം എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ചേട്ടൻ ഒരു 5 മണിയാകുമ്പോഴത്തേക്ക് വരും, ചെറുതായിട്ട് കള്ളം കുടിക്കും, വാരിയിട്ട് തന്നെ അനക്കും. അപ്പൊ ഡെയിലി നൈറ്റ് കീറി കളയാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അടി കിട്ടാൻ വേണ്ടി ഞാൻ വർക്കിംഗ് ഡ്രസ് ഇട്ടിരിക്കുകയാണ്. വർക്കിംഗ് ഡ്രസ് ഇട്ട് ഇടി മേടിക്കാൻ നിൽക്കുന്ന കാലത്തെ പെണ്ണുങ്ങളിൽ നിന്ന് മാറിയിട്ട് ഇതിന് ഒരെണ്ണം കിട്ടിയ 10 എണ്ണം തിരിച്ചു കൊടുക്കുന്ന രീതിയിലോട്ട് മാറുന്നതാണ് ഞാൻ പറയുന്നത്. കാരണം ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ 2 എണ്ണം കൊടുക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും വേദന എന്താണെന്ന്. അപ്പൊ നിങ്ങൾ വിചാരിക്കാൻ ചേട്ടാനും വല്ല ചെയ്യുമായിരിക്കും. ഒരിക്കലും ഇല്ല, ഷോയൊക്കെ മാത്രം ഒരു മുള്ളാന്ന് കൊടുക്കും, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പൊ ഞാൻ പറയാനെന്നാന്ന് ചോദിച്ചത്, ഞാനൊരു അയൽക്കൂട്ടത്തിൽ നിന്നാണ് ഞാൻ ഈ നേരത്തെ ഈ സ്റ്റേജിൽ വന്ന് നിൽക്കുന്നത്. കാരണം ഞങ്ങൾ അവിടെ സ്പോട്ട് ഓഡിഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അയൽക്കൂട്ടത്തിലൊക്കെ ADS-ലൊക്കെ ഇങ്ങനെ മെസ്സേജ് വരും, കാർത്തികയെ കാണാൻ പോകാൻ താല്പര്യമുണ്ടെങ്കിൽ പോയി കാണാന്നൊക്കെ പറയും. അപ്പൊ അങ്ങനെ ഞാനൊന്ന് കാർത്തികയെ കാണാൻ പോയതിന്റെ രീതിയിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അവിടെ ചെന്നപ്പോ എന്നെ വർത്താനം കേട്ട് അവരെന്നെ നേരെ ഓഡിഷൻ പോലും ഇല്ലാതെ എടുത്തതാണ്. പക്ഷെ എനിക്ക് പോകാൻ ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ ചേട്ടായി എന്നോട് പറഞ്ഞു നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു കാര്യമായിരിക്കും, നമുക്ക് പോകാൻ വേണമെന്ന് പറഞ്ഞു. അംഗനവാടിയിലൊക്കെ പിള്ളേരെ കുട്ടിക്ക് കഴിച്ച് കൊണ്ടുപോകാനാണ് എൻ്റെ ചേട്ടാനെ കൊണ്ടുപോയത്. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ എന്തായാലും എൻ്റെ ജീവിതം മാറ്റി മറിഞ്ഞ സീനായിരുന്നു എൻ്റെ ആദ്യത്തെ എപ്പിസോഡ്. അതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അപ്പൊ കുറെ ആൾക്കാർ ചോദിച്ചു എന്നോട്, സിനിമകൾ കോമഡിക്ക് വേണ്ടിയാണോ അച്ഛൻ വണ്ടി വിളിക്കാൻ പോയി കഥ പറഞ്ഞത്? ഒരിക്കലും ഇല്ല. ഞാനൊരു സീരീസ് എടുത്ത് ഒന്നും നോക്കാൻ പറഞ്ഞിട്ടില്ല. ശരിക്കും അങ്ങനെ തന്നെയാണ്. ശരീരത്തിക്ക് അറിയാൻ പറ്റും. അമ്മച്ചി പ്രസവന പുള്ളി ഒന്ന് വണ്ടി വിളിക്കാൻ പോയതാണ്. ഇതുവരെ വണ്ടിയും കിട്ടില്ല, പിടിയും കിട്ടില്ല, ഒന്നും കിട്ടില്ല, ആൾ വന്നിട്ടുമില്ല. പിന്നെ എൻ്റെ അമ്മ പറഞ്ഞ് അത് വിധിയാണ് കുഞ്ഞെ, എൻ്റെ നാളിൻ്റെ വിധിയാണെന്ന്. ഒന്നും അല്ല, നല്ല ഇടി കിട്ടാത്ത കുറവായിരുന്നു. അതിപ്പോൾ അച്ഛനായാലും ആരെയാണെങ്കിലും ഞാൻ പറയും, തോന്നിയാസനാണെന്ന് ഞാൻ പറയും. അപ്പൊ അങ്ങനെയാണ് എൻ്റെ അച്ഛൻ വണ്ടി വിളിക്കാൻ പോയത്. കാരണം ഇപ്പോൾ എനിക്ക് അതിന് വിഷമമൊന്നുമില്ല കേട്ടോ. പോടേ പുല്ലും പോട്ടെ, നമ്മളെ വേണ്ടവരോട് പോയതല്ലേ. എന്തായാലും അവരുടെ മുന്നിലൊന്ന് ഉയർന്ന് നിൽക്കണമെന്നും ചേട്ടാടെ മുന്നിൽ, ചേട്ടാടെ വീട്ടുകാരുടെ മുന്നിൽ എനിക്ക് ഒന്ന് നിവർന്ന് നിൽക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന്റെ ഫലമായിട്ടാണ് നിങ്ങൾ ഇന്നലെ ഗസ്റ്റായിട്ട് വിളിച്ച് ഞാനൊരു വരാൻ കാരണമായിരുന്നു. ദൈവം എൻ്റെ കൂടെ ഉള്ളതെന്നുള്ള തെളിവാണ്. അപ്പൊ എന്നാലും ഒത്തിരി സന്തോഷം. എന്നെ ഈ യോഗത്തിലോട്ട് വിളിക്കാൻ കാണിച്ച, മനസ്സ് കാണിച്ച ഇതിന്റെ പ്രവർത്തകരോട് എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. അപ്പൊ ഓരോരുത്തരുടെ പേരോ കാര്യങ്ങളൊന്നും എനിക്ക് അറിയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എല്ലാവരോടും നന്ദി പറഞ്ഞ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു. ബഹുമാനായ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട അമിഷ്, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ഏറെ ബഹുമാനായ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട KV ബിജു, വേദിയിലും സദസ്സിലുള്ള ഏറെ പ്രിയപ്പെട്ടവരും, നമ്മുടെ സുധിമോള്, ഈ സുധിമോള് സംസാരിക്കുമ്പോൾ ചേട്ടാ ഈ ഇടുങ്ങിയിരിക്കുകയായിരുന്നു. ഇനി എന്താണ് പറഞ്ഞത് ഇരിക്കുകയാണ്. ചേട്ടനെങ്കിൽ നല്ല നമസ്കാരം. ഞാൻ നിർമ്മിക്കുന്നില്ല, 26 വർഷക്കാലം പൂർത്തീകരിക്കുകയാണ്. കേരളത്തിന് അഭിമാനകരമായ വലിയ നേട്ടങ്ങൾ നൽകിയ കേരളത്തിന്റെ ആരോഗ്യ മേഖല, കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല, അതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബശ്രീ പ്രസ്ഥാനം. കുടുംബശ്രീ കേരളത്തിൽ 26 വർഷം പൂർത്തീകരിക്കുമ്പോൾ 13 വർഷക്കാലം ഇതിനൊപ്പം ചേരാൻ കഴിയുന്നത് വലിയ സന്തോഷമാണ്. കഴിയുന്നത് മാത്രം ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഏറ്റവും പ്രിയപ്പെട്ട കുടുംബശ്രീ അംഗങ്ങൾ, അതുപോലെ CDS അംഗങ്ങൾ, ADS ഭാരവാഹികൾ, ADS
അതുപോലെ കുടുംബശ്രീയുടെ പ്രോഗ്രാം മാനേജർമാർ, കോർഡിനേറ്റർ, SVPയുടെ പ്രവർത്തകർ. അവരെ സ്നേഹത്തോടുകൂടി ക്ഷണിക്കുന്നു. ആൾ കൈനീട്ടിയായിട്ട് മെമ്പർ സെക്രട്ടറിയായ വേണ്ടി ഒന്നാം വാർഡ് ജനപ്രതിനിധി മുരളി അവരെ ക്ഷണിക്കുന്നു. ഫാത്തിമയ്ക്ക് അവാർഡ് നൽകുന്നതിന് വേണ്ടി 11 വാർഡ് ജനപ്രതിനിധി സുമേഷ് അവരെ ക്ഷണിക്കുന്നു. വയോജനങ്ങളെ ആദരിക്കുകയാണ്. എല്ലാവരും ക്യൂ നിൽക്കണം. ടിക്കറ്റ് ചിലപ്പോൾ
വെള്ളം നിന്നോ? അത് 3 പേർക്ക് ആ പറഞ്ഞു.